കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും കാണലില്ല ഉണ്ണി മോളെ. ഉണ്ട് കേട്ടോ, വീഡിയോസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അച്ഛൻ വെയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഈ അറേഞ്ച്മെൻ്റൊക്കെ കണ്ടപ്പോൾ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ടി കേക്ക് ഉണ്ടാക്കുക. നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. നമുക്ക് മുമ്പൊക്കെ 2-3 കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളൊട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാവും എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ അടുത്ത് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. നമ്മളുള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പണ്ട് സാധനങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമുക്ക് ഫ്ലോപ്പായത് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സെറ്റാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ട മൈദ, കോഴിമുട്ട, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, നമുക്ക് വേണ്ട അരിപ്പ, മെഷർമെൻറ്റ് കപ്സ്, പിന്നെ അതുപോലെ ചെറിയ പാത്രം ഞാൻ ഒഴിവാക്കിയിട്ട് ബീറ്റ് ചെയ്യാൻ ഇത്തിരി വലിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടു. ഞാനൊരു പ്രാവശ്യം ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴേ ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഇത്തിരി ചെറിയ പാത്രം എടുത്തു കേട്ടോ. ഷോയ്ക്ക് വേണ്ടി എടുത്തതാ. പക്ഷേ ആണെങ്കിലോ ഷോ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാണുന്ന ചുമരിലും എല്ലായിടത്തും ക്രീമങ്ങായി. പിന്നെ അത് തുടച്ചെടുക്കാൻ നമുക്ക് ഇരട്ടിപ്പണി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരിപാടിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇത്തിരി വലിയ പാത്രം എടുത്തു, കാര്യം ഇരട്ടിപ്പണിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഏട്ടൻ പോയേക്കണു. അപ്പോൾ ഞാൻ ഈ പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കാമല്ലോ എന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട് ഒരു കമ്പനിയിൽ. അപ്പോൾ ടി വി ഒക്കെ വെച്ച് ഞാനിവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ട് അതിനെ എന്താ പറയുക, എല്ലാ വീഡിയോസിലും കുറച്ച് ഭാഗം മൈൻഡിൽ വെച്ചിട്ട് എൻ്റേതായ രീതിക്ക് കുറച്ച് വീഡിയോസിൻ്റെ ഒക്കെ സപ്പോർട്ടിലാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തിട്ട് അവസാനം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയില്ല. സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോ കാണിക്കും. സക്സസ് ആയിട്ടില്ലെങ്കിലും കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്ററിൽ നമ്മൾ ബ്ലേഡൊക്കെ ഫിറ്റ് ചെയ്തു, കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ തന്നെ ആദ്യം ഞാൻ വാനില എസൻസ് ഒഴിക്കേണ്ട മൈദ ഞാൻ ആദ്യം ഇട്ടു. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പത പോലെ വരൂലേ, നല്ല പതയുടെ രീതിക്ക് വന്നു കേട്ടോ. അങ്ങനെ നല്ല പതയുടെ രീതിക്ക് വന്നപ്പോഴത്തേനും ഞാൻ ആ ബ്ലേഡൊക്കെ ഊരി വെച്ച് കഴുകാട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊക്കോ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ മൈദയും കൂടെ നമ്മൾ നല്ല അരിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സാക്കി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പാലുണ്ടായിരുന്നില്ല, പാല് ഞാൻ രാവിലെ തിളപ്പിച്ചപ്പോൾ പിരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ പാലിന് പകരം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അളവൊക്കെ എടുത്തു കേട്ടോ. പിന്നെയാണ് ഏട്ടൻ പറയാനുള്ള ഓർമ്മ വന്നത്, എന്നെ കണക്ക് പഠിപ്പിച്ചത് ആരാധന എനിക്കൊന്ന് കാണിച്ചായിട്ടോ എന്ന് പറഞ്ഞ കാര്യം. ഞാനത് മടക്കിയിട്ടാക്കേണ്ടതിന് ഞാൻ മടക്കാണ്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഫ്ലോപ്പായി. എന്നിട്ട് പിന്നെ 2 പീസായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ബട്ടറൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചു കേട്ടോ. നമ്മുടെ ബട്ടർ പേപ്പർ ഞാൻ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കുന്ന സാധനം നമുക്ക് വീഡിയോ കാണുമ്പോൾ എന്തോ പോലെയായിട്ട് ഞാൻ മാറ്റിയത് കേട്ടോ. അത് എൻ്റെ മാത്രം ഈഗോ. അങ്ങനെ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു. ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു. ഒന്നുകൂടെ ബട്ടർ അതിൻ്റെ മുകളിലും ആഡ് ചെയ്തു. അങ്ങനെ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബബിൾസൊക്കെ ഇങ്ങനെ പോകാനാണ് വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ സ്പഞ്ചൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഒരു സെപ്പറേറ്റ് ആക്കി പ്ലേറ്റിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തു. എൻ്റെ ഞാൻ ക്രീമൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, കാര്യം തണുപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. തണുപ്പ് കുറഞ്ഞുകൊണ്ട് നന്നായിട്ട് ബീറ്റായി കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് അത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എന്നിട്ട് രണ്ടാമതൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്തു. നമ്മൾ ഫസ്റ്റ് ട്രൈ ആണേ, അറിയില്ല, പടിഭാഗം മുകളിൽ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു കേട്ടോ. കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്ക് നമ്മൾ കുറച്ച് നേരം ഈ ഫസ്റ്റ് ലെയറിന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ആ ക്രീമൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത് എടുത്തിട്ടാകുമ്പോൾ നമ്മുടെ കഴിവ് തെളിയിച്ചിട്ട്, കഴിവ് തെളിയിക്കുക പറഞ്ഞാൽ വലിയ കഴിവൊന്നുമില്ല,
അപ്പോൾ അതിൽ നമ്മുടെ ഉള്ളിപ്പെടാണ്ട് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിന്നായിരുന്ന സാധനമൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ള തട്ടിക്കൂട്ട് തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം.